വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്ങനെയാണ് നമുക്ക് വെരിലോഗ് ഉപയോഗിച്ച് കോഡ് എഴുതുക സൈലിങ്സിനകത്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഫയൽ എടുത്തു, ന്യൂ പ്രോജക്റ്റ് എടുത്ത് നമ്മൾ നേരത്തെ ചെയ്യുന്നത് പോലെ തന്നെ സൈലിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ഫയൽ എടുക്കുക. ഫയൽ എടുത്തതിന് ശേഷം നമുക്ക് ഫയൽ നെയിം കൊടുക്കാം. അപ്പോൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ചെയ്യുന്ന കാരണം ഞാൻ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് നെയിം കൊടുക്കുകയാണ്. നെയിം കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് അടിച്ചിട്ട് പോകാം. ഇപ്പോൾ ഓൾറെഡി ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു കോഡ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അടിച്ചു ഫിനിഷ് ചെയ്ത് പോവുക. ഇപ്പോൾ നമ്മൾ കൊടുത്തിരുന്ന ആ ഒരു ഫയൽ നെയിം സൈഡിൽ വന്നിട്ടുണ്ട്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ സോഴ്സ് എടുക്കുക. വെരിലോഗ് മൊഡ്യൂളിനകത്ത് ചെയ്യുന്ന കാരണം വെരിലോഗ് മൊഡ്യൂൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും നെയിം കൊടുക്കുക. DFF അത് ഞാനിപ്പോൾ കൊടുക്കുവാണ്. നെക്സ്റ്റ് അടിച്ച് ഫിനിഷ് ചെയ്ത് പോവുകയാണ്. ഇപ്പം നമുക്ക് കോഡ് എഴുതാനുള്ളൊരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇപ്പം ഓൾറെഡി ഞാൻ കോഡ് എഴുതി കോപ്പി ചെയ്ത് വെച്ചേക്കുന്ന കാരണം പേസ്റ്റ് ചെയ്യുകയാണ്, ആ ഒരു ടൈപ്പിംഗ് ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വെരിലോഗ് കോഡ് എന്ന് പറയുന്നത്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഫിഗർ വെച്ചിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള കോഡാണിത്. ഇനി കോഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് സിന്തസൈസ് XST കൊടുത്ത് നമുക്ക് ചെക്ക് സിൻറ്റാക്സ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എറർ ഉണ്ടോ എന്ന് നോക്കാം. അപ്പം അതിനായിട്ട് പ്രോഗ്രാം ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പം ഇതാണ് ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കോഡെന്ന് പറയുന്നത്. ഓക്കെ, സിന്തസൈസ് XST ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാം കോഡ് എററൊന്നും ഇല്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് ഗ്രീൻ ടിക്ക് വീഴുക. സോ വെയിറ്റ് ചെയ്യുക, കോഡിന് എറർ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുകയാണ്. ഓക്കെയാണ്. ഇനി നമുക്ക് കൊടുത്ത ആ ഫയൽ നെയിം റൈറ്റ് ക്ലിക്ക് ചെയ്ത് വെരിലോഗ് ടെസ്റ്റ് ഫിക്സ്ചർ എടുക്കുക. ടെസ്റ്റ് ചെയ്യാനുള്ള കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സോ നമുക്ക് ടെസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫയൽ നെയിം കൊടുക്കുക. നെക്സ്റ്റ് അടിച്ച് നമുക്ക് പോകാം. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള കോഡ് മീൻസ് ഇൻപുട്സ് സെറ്റ് ചെയ്യാനുള്ള ഒരു പേജാണ് വരുന്നത്. അപ്പം ഈ ഒരു വിൻഡോയിൽ നമുക്ക് കയറിയിട്ട് ഇനിഷ്യൽ ബിഗിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ നമുക്കിപ്പം ഡിയും നമുക്ക് ഒറ്റ ഇൻപുട്ടാണുള്ളത്, ഡിയും ക്ലോക്കും ആണ് നമ്മുടെ ഇൻപുട്ട്. അപ്പോൾ ഡി ഇൻപുട്ട് നമ്മൾ 0 ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ക്ലോക്ക് 1 ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ലൈൻ കൊടുക്കുമ്പോൾ ഒരു #100 ഡിലേ കൊടുക്കുക. 100 തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡിലേ കൊടുത്തിട്ടായിരിക്കണം രണ്ടാമത്തെ ഇൻപുട്ട് കൊടുക്കാനുള്ളത്. ബിക്കോസ് നമുക്കിടെ ഫസ്റ്റ് ഇൻപുട്ട് ചെന്ന് ഇത്ര നാനോ സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഇൻപുട്ട് ചെല്ലുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു ഡിലേ കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒറ്റ ഇൻപുട്ടാണുള്ളത്. എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും ഔട്ടിൽ വരുന്നത്. കണ്ടീഷൻ എന്താണ്, ക്ലോക്ക് ഹൈ ആയിരിക്കുന്ന സമയത്ത്, ക്ലോക്ക് നമ്മൾ 1 കൊടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഔട്ട് കിട്ടുക. ഇൻപുട്ട് ചേഞ്ച് ചെയ്താലും ക്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രം, ക്ലോക്ക് ഇപ്പം അതിൻ്റെ ഒരു 1 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നേരത്തെ ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് മാറിയിട്ട് നമുക്ക് പുതിയ ഔട്ട്പുട്ട് വരിക. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഒരു കൺവീനിയൻസിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇൻപുട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡി 0യും 1ഉം ഒക്കെ ആക്കി, ക്ലോക്ക് 0യും 1ഉം ഒക്കെ ആക്കി ചേഞ്ച് ചെയ്ത് നോക്കുക, എന്താണ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നതെന്ന് നോക്കുക. ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം സിമുലേഷനിൽ പോയിട്ട്, അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. നോക്കിക്കോ, ഡി എന്ന് പറഞ്ഞാൽ ആദ്യം 0 കൊടുത്തു, ക്ലോക്ക് 1 കൊടുത്തു, പിന്നെ ഡി 0 വെച്ചിട്ട് ക്ലോക്ക് 0 കൊടുത്ത് നോക്കി ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഡി 1 കൊടുത്തു, ക്ലോക്ക് 1 കൊടുത്തു, ഡി 0 കൊടുത്തു, ക്ലോക്ക് 0 കൊടുത്തിട്ടുണ്ട്. സേവ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ സിമുലേഷനിൽ വന്നിട്ട് നമ്മൾ ഐസിഎം സിമുലേറ്ററിൽ വന്ന് അതിൻ്റെ ആ സൈഡിലുള്ളൊരു പ്ലസ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബിഹേവിയറൽ ചെക്ക് സിൻറ്റാക്സ് കാണാൻ പറ്റും. അതായത് നമ്മൾ കൊടുത്തേക്കുന്ന ഈ ഒരു ടെസ്റ്റ് ബെഞ്ചിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോയെന്ന്, എറർ ഉണ്ടോയെന്ന് അറിയാനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിമുലേറ്റ് ബിഹേവിയറൽ മോഡൽ കൊടുക്കാം. ഓക്കെ, അപ്പോഴേക്കും നമുക്കൊരു ഔട്ട്പുട്ട് കാണാനായിട്ട് പറ്റും.
ഓക്കെ, നമ്മുടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് സെറ്റായി വരുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ടെന്ന് പറയുന്നത്. നമ്മൾ ഓരോ പൊസിഷനിലും വെച്ചിട്ട് ഒരു 100 നാനോ സെക്കൻഡ് കഴിയുമ്പോഴാണ് അടുത്ത ഇൻപുട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഒരു 0 to 100 വരെ ഒറ്റ ഇൻപുട്ടായി കൊടുത്തേക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ഔട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. D0 ആയിരിക്കുന്ന സമയത്ത്, ക്ലോക്ക് 1 ആയിരിക്കുന്ന സമയത്ത് Q ഔട്ട്പുട്ട് 0 ആയിരിക്കും കിട്ടുന്നത്. Q ബാർ ആയിരിക്കും നമുക്ക് 1 കിട്ടുന്നത്. അപ്പോൾ എന്താണോ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് അത് തന്നെയാണോ ഔട്ടിൽ വരുന്നതെന്ന് നോക്കുക. ഒപ്പം ക്ലോക്കിൻ്റെ കണ്ടീഷൻ നോക്കുക. ക്ലോക്ക് 1 ആണെങ്കിൽ മാത്രമായിരിക്കും ഡിയിൽ കൊടുക്കുന്ന ഇൻപുട്ട് അതുപോലെ ക്യൂവിൽ വരിക. ക്യൂ ബാറിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കൊരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. ഓരോ പൊസിഷനിലും വെച്ചിട്ട് കറക്റ്റായിട്ട് തന്നെയാണോ ഔട്ട്പുട്ട് വന്നേക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഒരു 100 നാനോ സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ഇൻപുട്ട് ഉണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ചിട്ട് എന്താണ് ഔട്ട്പുട്ടിലുണ്ടാവുക എന്ന് നോക്കുക. അങ്ങനെ ഓരോ പൊസിഷനിലും മാറ്റി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യാം. D1 ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ Q എന്ന് പറയുന്ന ഔട്ട്പുട്ട് 1 ആയിരിക്കും. ആ സമയത്ത് Q ബാർ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, ദാറ്റ് മീൻസ് 0 ആയിരിക്കും. ക്ലോക്ക് എപ്പോഴാണോ ഹൈ ആവുന്നത് ആ സമയത്ത് മാത്രമേ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ട്രിഗർ ചെയ്ത് പുതിയ ഔട്ട്പുട്ട് നമുക്ക് സെറ്റായി വരത്തുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് വരിക. അപ്പോൾ എന്താണ്, എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.